ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കണ്ടില്ലേ എൻ്റെ പയറൊക്കെ വലുതായി കേട്ടോ. കാരണം കുറേ ആയി ഞാൻ വീഡിയോസൊന്നും ചെയ്യാത്തത്. അപ്പോൾ കരുതി ഇന്ന് എൻ്റെ പച്ചക്കറിയും ഇതൊക്കെ കാണിക്കാൻ നേരിട്ട്. അപ്പോൾ ഇതെവിടെയൊക്കെ വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ അവിടെ കണ്ട വേറെ കുറച്ച് പയറിൻ്റെ ഉണ്ട്. പിന്നെ ഇതിൽ അത്യാവശ്യം പയർ നമുക്കൊരിക്കൽ വർക്ക് ചെയ്യാൻ നമ്മൾ സ്വന്തമായിട്ട് നട്ടുണ്ടാക്കിയിട്ട് നമുക്ക് പറിക്കുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ അല്ലേ. അപ്പോൾ നിറച്ചും ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബേക്കിലൊക്കെ. കാരണം അങ്ങനെ ഞാനങ്ങനെ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. എന്നാൽ പോലും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്, പൂക്കുന്നുമുണ്ട്. പിന്നെ ഇതാ നമുക്ക് ഇന്ന് വറക്കാം. ഇതാ കുറച്ച് പയർ, ഉള്ളിയും പച്ചമുളകൊക്കെ കൂട്ടി വറക്കാം. ഇത്രയല്ലേ വേണ്ടു, നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇത്ര പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വളമൊന്നും ഇടാതെ നല്ല നീളമുള്ള പയറാണ്. പിന്നെ വെണ്ട കണ്ടില്ലേ, ഒരു വെണ്ടൊക്കെ വറച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ട പിന്നെ അത്ര ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ, ചെറുതാണ് കേട്ടോ വെണ്ട, എന്നാലും അത്യാവശ്യം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഉള്ളത് വഴുതനങ്ങയാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. വഴുതനങ്ങ പിന്നെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ വഴുതനങ്ങ പറിച്ചു കേട്ടോ. കുറച്ച് വഴുതനങ്ങ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കപ്പ മരമുണ്ട്. ഇതിൻ്റെ ബേക്കിലോട്ട് അങ്ങ് കാടാണ് കേട്ടോ. നമ്മളെ ഇവിടെ ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് പിന്നെ ഞാൻ വൃത്തിയാക്കുന്നതുകൊണ്ട് അങ്ങനെ കാടൊന്നുമില്ല. പിന്നെ കണ്ടില്ലേ കുറച്ച് ഇഞ്ചി, ഇതൊക്കെ എൻ്റെ ഇഞ്ചി കൃഷിയാണ് കേട്ടോ. ഇഞ്ചി കൃഷി പിന്നെ ഇതാ ഈ കവറിലാണ് കേട്ടോ നട്ടിട്ടുള്ളത്. പക്ഷെ അത്യാവശ്യം നല്ല വിളവുണ്ട് കേട്ടോ. അതിന് കാരണം എന്താ വെച്ചാൽ ഇത് തേച്ചും കണ്ടില്ലേ കവറിൽ സ്ഥലവും ഇല്ലായിട്ട് പുറത്തായിട്ടാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെയൊക്കെ എൻ്റെ ഇഞ്ചി കൃഷിയാണ് കേട്ടോ, കണ്ടില്ലേ. പിന്നെ നമ്മളെ കറ്റാർ വാഴയാണ് കേട്ടോ. കറ്റാർ വാഴ 3-4 സ്ഥലത്തായിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇത് കവറിലാണ്, ബാക്കിയൊക്കെ നിലത്ത് തന്നെയാണ് നട്ടിട്ടുള്ളത്. നമ്മുടെ വഴുതനങ്ങയിലൊന്നും ഒരൊറ്റ വഴുതനങ്ങ ഞാനിതാ നമ്മുടെ നേതൂസ് വിടൂല, എല്ലാം പറിക്കും. ഇപ്പം ഞാൻ ആ ഇഞ്ചി കാണിച്ച് വരുമ്പോഴത്തേക്കാണ് ഇതാ വഴുതനങ്ങ പറിച്ചിട്ട് ഇങ്ങനെ തിന്നലാണ് പണി കേട്ടോ ആൾക്ക്. മുളക് ഒരു സൈസ് വണ്ണം വെക്കാത്ത ചെറിയ ചെറിയ മുളകാണ് കേട്ടോ. പക്ഷേങ്കിൽ നല്ല എരിവുണ്ട് കേട്ടോ ഇതിന്. കാരണം ഒരുപാട് വട്ടം ഇത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നേതൂസ് തന്നെ ഇതേപോലെ തന്നെ ഒടിച്ചിട്ട് പറിച്ച് കണ്ടില്ലേ, ഇവിടുത്തെ ഒരു കമ്പ് പൊട്ടിച്ച് കളഞ്ഞ്. എന്നാലും നമുക്ക് കുറേ വട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന്. പച്ചക്കറി എന്ന് പറയുന്നത് കപ്പയാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ ഫോണിൽ അത്ര ക്ലാരിറ്റി ഉള്ളൂ. എങ്കിലും ഇതൊക്കെ എൻ്റെ ഫ്രീ ടൈം ഞാൻ വീടിൻ്റെ അടുക്കള ഭാഗത്ത് നടുന്നതാണ് കേട്ടോ. കണ്ട കപ്പ ഇപ്പോൾ അത്രയും നാട്ടിൽ വെച്ചിട്ട് ചെറിയ ചെറിയ കുതിര ആണ് ഞാൻ കൂടിയിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ കുതിര. പക്ഷേ ഇത് മഴ പെയ്തപ്പോൾ തേച്ചും പോയിപ്പോയിട്ട് കേട്ടോ. എങ്കിലും ഇത് കുറച്ച് പൊടിച്ചിട്ടാകുമ്പോൾ ഇനി കുതിര കൂട്ടി കൊടുക്കാൻ വെച്ചാൽ കുറച്ച് കപ്പ നട്ടത്. കാരണം ഒന്നുമില്ലെങ്കിലും ഒരു ചായക്കൊരു നേരം കൂട്ടാൻ കിട്ടി അത്രയായില്ല. പിന്നെ ഞാനിതാ 2 തരം ബത്താസ് നട്ടിട്ടുണ്ട്. ബത്താസ് പിന്നെ നട്ടിട്ട് അത്ര ദിവസം ആയിട്ടുള്ളൂ കേട്ടോ, അത് വളർന്നു വരുന്നതേ ഉള്ളൂ. ഇതാണ് എൻ്റെ അടുക്കള ഭാഗത്തെ കൃഷി കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് ചെറിയൊരു കോവയാണ് കേട്ടോ. കോവ ഇതാ പടരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്നാ സാധനമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് വറവാക്കുന്നതെന്ന് പറയുന്നിട്ട് ഇതിൻ്റെ പേരറിയെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും അത്യാവശ്യം ഞാനിത് ഒരു തവണ പൊട്ടിച്ച് വറുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ 2-3 സ്ഥലത്തായിട്ട് ഇതുണ്ട്. പിന്നെ ഞാൻ കൊണ്ട് നട്ടേണ്ട പനിക്കൂർക്കല. ഇതിന് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ നല്ലതാണ്. കാരണം ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്ക് ഉപകരിക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് രാവിലെ വെറുവായിട്ടുള്ള 7 ഇല കഴിച്ചാൽ നല്ലതാണെന്നൊക്കെ പറയുന്നതൊക്കെ അച്ഛനൊക്കെ സ്ഥിരം കഴിക്കാറുണ്ട് വീട്ടിൽ നിന്നൊക്കെ. ഇടവിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തനൂസ് പറയാൻ എനിക്കറിയാം അമ്മേന്ന്. പിന്നെ ഉള്ളത് നമ്മുടെ തവരയാണ് കേട്ടോ. തവര ഇത് ഞങ്ങൾ ഒരു തെയ്യത്തിന് പോയിട്ട് വരുന്ന സമയത്ത് കണ്ടിട്ട് ഞാൻ കൊണ്ട് നട്ടതാണ് കേട്ടോ. പക്ഷേ ഞാനിതിൽ 2 തവണ ഇതിൻ്റെ അകത്ത് നുള്ളി വറുത്ത് കേട്ടോ. കാരണം ഇത് ഒറ്റക്കല്ല കേട്ടോ, ഇതും നേരത്തെ കാണിച്ചെന്ന് ആ ചീരയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മണിച്ചീരയുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ കൂടിയിട്ടാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെയുള്ളൊരു സാധനം, മൾബറി. കാരണം ഇങ്ങോട്ടൊന്നും ഇത് അധികം അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു, കുറവാട്ടോ. കാരണം ഞാൻ എൻ്റെ ചെറുതായ സമയത്ത് ഞങ്ങൾ അവിടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിലുണ്ടായിരുന്നു, നമ്മൾ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണാടിനോട് പറഞ്ഞ സമയത്ത് ഉണ്ണാടിനൊന്നും മൾബറി എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ, കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് അന്വേഷിച്ചപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തന്നെ എനിക്ക് കൊണ്ടു തന്നെ കേട്ടോ. ചേച്ചിയേട്ടനും കൂടെ പോയി വരുമ്പോൾ എനിക്കൊരു കമ്പ് കൊണ്ട് നട്ടു. പക്ഷേ ഇത് നട്ടിട്ട് തെഴുത്ത് വരുന്ന വേനൽക്കാലത്തായിരുന്നു കേട്ടോ. അപ്പോൾ നട്ടിട്ട് തെഴുത്ത് വരുന്ന സമയത്ത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കോവക്ക് പന്തലിട്ട് കൊടുക്കുമ്പോൾ ചവിട്ടിപ്പോയിട്ട് അതിൻ്റെ തിരി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ രണ്ടാമത് ഞാനത് മാറ്റി നട്ടു കൊടുത്തതാണ് കേട്ടോ. അതിന് ശേഷം ഇതാ നല്ല ഉഷാറായിട്ടുണ്ട്. ഇത്രയും ഹൈറ്റ് വെച്ചിട്ടുള്ളൂ അത്. അപ്പോൾ അതെനിക്കും കുറേ വലുതാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുക്കള ഭാഗത്തെ അവസ്ഥകൾ. പിന്നെ ഇല്ലപ്പാ പിന്നെ ഉള്ളത് നമ്മുടെ ചെടികൾ കണ്ടില്ലേ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കറ്റാർ വാഴേൻ്റെയും വെച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ, കറ്റാർ വാഴയുണ്ട് വെച്ച് കൊടുത്തിട്ട്. പിന്നെ പയർ വെണ്ട അതൊക്കെ ഇപ്പം ഞാൻ കാണിച്ചു തന്നല്ലോ ആണ് ഇത് കേട്ടോ, നമ്മുടെ ഫാഷൻ ബോട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇവിടെ ഇങ്ങനെ പുല്ലുന്നത്, അത് ഞാൻ രാവിലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വയക്കി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ മുൻവശം ഭയങ്കര കാടുള്ള പറമ്പാട്ടോ. അപ്പോൾ അത് നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് ഞാനത് വയക്കിയിട്ടുണ്ടായിരുന്നു. അതാണിത് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ആ ചീര കാണിച്ചപ്പോൾ
ഇതാണ് കേട്ടോ എൻ്റെ മണിച്ചീരയാണ്. ഇത് നമ്മൾ ഒരുപാട് തവണ നുള്ളി വറുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊന്നും കൊമ്പൊക്കെ കുറവ് വേണ്ടില്ലേ. ഞാൻ ഒരുപാട് തവണ നമ്മൾ വറുത്തിട്ടുണ്ട്. കാരണം ചക്കക്കുരു കൂട്ടിയിട്ടൊക്കെ ആക്കാം. പിന്നെ ഞാൻ ഇതേപോലെ കുറച്ച് തവരയും കുറച്ച് ഇതും കുറച്ച് ചപ്പൊക്കെ എടുത്തിട്ട് ചെടികൾ പോപ്പികളാണ് കേട്ടോ. പോപ്പികൾക്ക് എന്ന് വെച്ചാൽ ഇതൊന്നും പൂത്തിനില്ല എങ്കിലും നല്ല ഉഷാറുണ്ട് കേട്ടോ. ഇത് പൂത്തില്ല, നല്ല കട്ടി റെഡാണ് കേട്ടോ. ഇതിൻ്റെ കളറ് നല്ല റെഡാണ്. നമ്മളെ 10 മണി ചെടിയാണ് കേട്ടോ. 10 മണി ചെടി ഇത് ഒരുപാട് കളറുണ്ട്. ഒരുപാട് ഇത് വിരിഞ്ഞിട്ടില്ല, വിരിയാനാകുന്നതേ ഉള്ളൂ. രാവിലെ തന്നെ ആയതുകൊണ്ട് വിരിഞ്ഞിട്ടില്ല. അതിൻ്റെ നടുക്ക് തന്നെ ഇതാ മറ്റൊരു കറ്റാർ വാഴ കൂടി ഉണ്ട് കേട്ടോ. 10 മണിൻ്റെ ആണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചത് ഓറഞ്ചൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് നമ്മളെ ലൈറ്റ് നീല, റെഡ്, റോസ് അങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ചൊറയും വരുന്നുണ്ട് കേട്ടോ. ഓറഞ്ച്, റോസ്, പിന്നെ റെഡ്, മെറൂണ്, വൈറ്റൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പിന്നെ പൂത്തിട്ടില്ല. ഞാൻ പിന്നെ പൂത്തൊരു സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെടി ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. പിന്നെ മറ്റേ വെൽബെറ്റ് അങ്ങനെ ഉണ്ടാന്ന് തോന്നുന്നു പറയാം. പിന്നെ ഇത് മറ്റേ കോസ്മസ് ആണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ ഞാൻ നിരത്തി ബേക്ക് തന്നെയാണ് കേട്ടോ. നാട്ടിലെ വീട്ടിൻ്റെ ബേക്ക് സൈഡിലായിട്ട് നമ്മളെ കളക്ഷൻസാണ് കേട്ടോ ഇത്. പിന്നെ വെച്ചാൽ ഒരുപാട് ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറേ ദിവസമായി കേട്ടോ വിരിഞ്ഞിട്ട്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നല്ലൊരു കളറാണിത്. കാരണം ഫോണിൽ കാണുമ്പോൾ തിരിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആൾ ചെറുതാണ് കേട്ടോ, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും നന്നായിട്ട് പൂത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ജമന്തി ഇതുവരെ പൂത്തില്ല കേട്ടോ. ഇങ്ങനെ നീളം വെച്ച് പോവുക ചെയ്യുന്നത്, കണ്ടില്ലേ. പിന്നെ ഇതൊക്കെ പൂത്തിട്ടില്ല കേട്ടോ. എന്താ കളർ എന്ന് എനിക്ക് അറിയില്ല. പൂത്താല് പിന്നെ ഇത് നമ്മുടെ ഓറഞ്ച് കളറാണ് കേട്ടോ. ഓറഞ്ച്. പിന്നെ ഇതൊക്കെ ഒരു സൈസ് കട്ടി എന്താ വയലറ്റാണോ കടും റോസാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത്. പിന്നെ ഇതിൻ്റെ വേറെ ടൈപ്പ് പോപ്പി, മറ്റേ വണ്ണുള്ള പൂവിരുന്ന പോപ്പിയുടെ കുറച്ച് ഭാഗങ്ങളും നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ചെടീൻ്റെ കളക്ഷൻസ്. പിന്നെ ഈ സൈഡിൽ ഇപ്പോൾ ഞങ്ങൾ പുതുതായിട്ട് കുറച്ച് ചെടി പൊട്ടിച്ച് നട്ടു കൊടുത്തിട്ടുണ്ട്. അതൊന്നും പിന്നെ അങ്ങനെ വളർന്നിട്ടില്ല. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊരു വീഡിയോ ഇട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുൻവശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്ക് മഴ അങ്ങനെ വരുമ്പോൾ തന്നെ കാണാൻ കഴിയും അല്ലേ തനുസേ? ഞാൻ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ മുമ്പിലത്തെ. നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, ഏറ്റവും നല്ല മുമ്പിലത്തെ വ്ളോഗാണ് കേട്ടോ. തനുസിൻ്റെ അഭിപ്രായം കേട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഹൈറ്റുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ദൂരെ നിന്ന് മഴ വരുന്നതൊക്കെ ഇങ്ങനെ കാണാം. നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ തുണിയൊക്കെ ആറിയിട്ടാലും അങ്ങനെ മഴ ഇങ്ങനെ പെയ്ത് വരുന്ന കാണാം. ആ സമയത്താണ് കേട്ടോ ഞങ്ങൾ തുണിയൊക്കെ എടുത്ത് വെക്കാറുള്ളത്. പിന്നെ എന്തോ പറയുന്നുണ്ട് തനുസ്, ആൾ എണീച്ചപാടാണ് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഉണ്ട് അങ്ങ് ഞാൻ പോയി ഉളങ്ങ് പോയി നിന്ന് മുറി തുടങ്ങി കേട്ടോ ഗേസ്. അപ്പോൾ ഇതാ നമ്മുടെ നേദൂസ് എടാ ചെരുപ്പ് എടുക്കുന്നിട വിടല്ലടാ. അപ്പോൾ ഇതാ നമ്മുടെ നേദൂസ് ഇതാ ആള്. നേദു ടാറ്റ പറ, ഹായ് പറ, ഒരു ഹായ് പറഞ്ഞ പറയില്ല. അപ്പോൾ നേദൂസ് രാവിലെ തന്നെ പയറ് തിന്നുന്ന കേട്ടോ. നേദൂസിന് ഇത് തന്നെ പരിപാടി. പയറും വഴുതനങ്ങയൊക്കെ പറിക്കുക, ഇങ്ങനെ കഴിക്കുക, നടക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മളെ വീടിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് വരും. ടാറ്റാ.